ചുരിദാർ സ്റ്റിച്ചിങ്ങിന്റെ ഫൈനൽ പാർട്ടുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ലൈനിങ്ങും മെറ്റീരിയലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ അത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഷേപ്പ് നമുക്കിവിടെ വരുന്നത് 24 ഇഞ്ചാണ്. അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഷോൾഡറും കഴുത്തും ഇതുപോലെ യോജിപ്പിച്ച് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഷേപ്പ് വരുന്നത് 22 ഇഞ്ചാണ്. അതും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി അത് നമ്മൾ യോജിപ്പിച്ച് തയ്ക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽ എടുക്കുന്നതിൽ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർ കോട്ടൺ അല്ലെങ്കിൽ ഒരു മിനി പോളിസ്റ്റർ ടൈപ്പ് ഡ്രസ്സ് ഒരു മെറ്റീരിയൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ വന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തത്. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വിധത്തിൽ വരണമെങ്കിൽ ക്ലോത്തും നമ്മളോടൊന്ന് സഹകരിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്ലോത്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഓപ്പൺ ഏരിയ ആണ് കേട്ടോ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്ലിറ്റ് ഇതുപോലെ ഒന്ന് കറക്റ്റായി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. ഓപ്പൺ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ കോർണർ ഏരിയ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഏരിയ ഒരു എന്താ പറയുക പെർഫെക്റ്റ് ആവാത്ത രീതിയിൽ നമുക്കത് കാണും. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഓപ്പൺ ഏരിയ. ഇനി സ്ലീവാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. 3/4 സ്ലീവാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചത്. അതിൽ ചെറിയൊരു പഫ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഫ് വെച്ചിട്ടുള്ളൊരു 3/4 കൈ. ഇപ്പം നമ്മൾ സാരി ബ്ലൗസിനൊക്കെ ഈ ഒരു സ്ലീവാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ചുരിദാറിനും വളരെ ഭംഗിയാണ്, വളരെ എളുപ്പത്തിലും തയ്ച്ചെടുക്കാം. അങ്ങനെ ഫൈനൽ ഏരിയ വന്നിട്ടുണ്ട്. ബോട്ടം സൈഡിൽ നമ്മൾ ഒന്ന് മടക്കി തയ്ക്കുകയാണ്. അപ്പോൾ ബോട്ടം ഏരിയ കൂടി മടക്കി തയ്ച്ചാൽ നമ്മുടെ ചുരിദാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറിൽ നമുക്ക് ചുരിദാർ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്.